ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. രണ്ടാമത്തെ ലോകത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ സമൂഹമേ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. നിങ്ങളുടെ ആയുസ്സിൽ ഒരു വസ്തു വന്നുപോലും പേര് പറയപ്പെടാൻ കഴിയാതെ, ഒരു വസ്തു വന്നുപോലും പറയപ്പെടാൻ പറ്റാത്തൊരു കാലഘട്ടം കഴിഞ്ഞുപോയില്ലേ? ഒരു ശിഖബിന്ദുവായിരുന്ന നിങ്ങളുടെ പിതാവിന്റെ നട്ടെല്ലിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ബീജഗണമായിരുന്ന ഒരു കാലഘട്ടം, അല്ലയോ മനുഷ്യ സമൂഹമേ, നിങ്ങളുടെ ആയുസ്സിൽ നിന്നത്രേ കടന്നുപോയ ആ ഒരു കാലഘട്ടം. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما ثم قسونا العظام لهما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹു രണ്ടാമത്തെ ലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. 40 ദിവസങ്ങളുടെ പരിവർത്തനത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ നടക്കുമ്പോ 9 മാസവും 9 ദിവസവും 9 മണിക്കൂർ നിന്റെ മാതാവിന്റെ ഉദരഗർഭത്തിലേക്ക്, നിന്റെ പിതാവിന്റെ നട്ടെല്ലിൽ നിന്ന് സന്നിവേശിപ്പിക്കപ്പെട്ട ബീജഗണങ്ങളെ നിന്റെ മാതാവിന്റെ ഉദരഗർഭത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുമ്പോ പരിവർത്തനത്തിന്റെ 40 കഴിഞ്ഞു കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 40 ദിവസം ബീജക്കട്ട, അത് വീണ്ടും 40 ദിവസത്തിന്റെ പരിവർത്തനം കഴിഞ്ഞു കിടക്കുമ്പോ ആ ബീജക്കട്ടകളെ മാംസരക്തക്കട്ടയായിട്ട് മാറുന്നു. വീണ്ടും 40 ദിവസത്തിന്റെ പരിവർത്തനം നടക്കുമ്പോ അത് വ്യക്തമായൊരു മാംസപിണ്ഡമായി രൂപാന്തരപ്പെടുന്നു. 10 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുള്ള നിന്റെ ഉമ്മയുടെ ഉദരഗർഭത്തിനകത്ത് ഒരു പരിവർത്തനത്തിന്റെ ഘട്ടങ്ങളായിട്ട് 9 മാസം കഴിഞ്ഞുപോയ ലോകം. ആ രക്തക്കെട്ടയെ പടച്ച തമ്പുരാൻ 40 ദിവസത്തിന്റെ പരിവർത്തനം കൊണ്ട്, ആ 40 ദിവസത്തിന്റെ പരിവർത്തനം കൊണ്ട് മാംസക്കട്ടയാക്കുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എല്ലുകളായി രൂപാന്തരപ്പെടുത്തുന്നു. അതുകൾ കടന്നു കഴിയുമ്പോ അതിനെ എല്ലുകളായി രൂപാന്തരപ്പെടുത്തുന്നു. ثم كسونا العظام لهما ثم كسونا العظام لهما. എല്ലുകളെ പടച്ച തമ്പുരാൻ പൊതിയുകയാണ് മാംസപേശി കൊണ്ട് എല്ലുകളെ പൊതിയുന്നു. ثم كسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അങ്ങനെ ഒരു പൂർണ്ണ സൃഷ്ടിയായിട്ട് നിന്റെ മാതാവിന്റെ ഉദരഗർഭത്തിനകത്ത് 3 ഇരട്ടറയ്ക്കകത്ത് പരിവർത്തനത്തിന്റെ ഫലഘട്ടങ്ങൾ കഴിഞ്ഞു കിടക്കുമ്പോ 9 മാസം പൂർണ്ണമാകുന്നത് വരെ നീ കഴിഞ്ഞുകൂടിയ ലോകം, ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ ലോകം പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്നു. അലമുൽ അർഹാം, ഗർഭാശയത്തിന്റെ ലോകം. ഗർഭാശയത്തിൽ ശിശുവായി കഴിഞ്ഞിരുന്ന ലോകം, പരിവർത്തനത്തിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു കിടന്ന ലോകം. ആ ലോകം വിശുദ്ധമായ അതെന്തായാലും നമുക്ക് ഉറപ്പാണ്. കാരണം ഈ ലോകം കടന്നു വന്നവരാണ് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഉമ്മ പ്രസവിക്കാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടാ ഇവിടെ ഈ കൂട്ടത്തില്? ഉണ്ടാ? ഭൂമിയിൽ നിന്നും മുളച്ചു വന്നവരോ, ആകാശത്ത് നിന്ന് അടർന്നു വീണവരോ, അന്യഗ്രഹത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു, അങ്ങനെ ആരില്ലല്ലേ? എല്ലാവരും ഉമ്മ പ്രസവിച്ച മക്കളാണ്. എല്ലാവരും മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. യാതൊരുവിധ തർക്കമില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒഴികെ, ബീബി ഹവ്വാ റളിയല്ലാഹു തആല അൻഹ ഒഴികെ ബാക്കി എല്ലാ മാതാവ് പ്രസവിച്ച ഉമ്മയുടെ മക്കളാണ്. രണ്ടാമത്തെ ലോകം കടന്നു വന്ന് മൂന്നാമത്തെ ലോകത്തേക്ക് എത്തി നിൽക്കുന്ന മനുഷ്യൻ. മൂന്നാമത്തെ ലോകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു. ദുനിയാ മസ്റഅത്തുൽ ആഖിറ.
അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. മൂന്നാമത്തെ ലോകം, മാതാവിന്റെ ഉദരത്തിൽ നിന്ന് കടന്നു വന്ന മൂന്നാമത്തെ ലോകം, അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ലോകം. ഭൗതിക ലോകത്തിന്റെ പാരത്രിക ലോകത്തിന്റെ കടന്നു വരാൻ, മനുഷ്യന്റെ ആയുസ്സിൽ കടന്നു വരാനിരിക്കുന്ന പരലോകത്തിന്റെ മുന്നോടിയായിട്ടുള്ള കൃഷിഭൂമിയാകുന്ന ഇഹലോകം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഇന്നമാ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ ലഇബുൻ വലഹും വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ലോകം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ ലോകം കളിവിനോദമാണ്, പാഴ്വർത്തമാനമാണ്, വഞ്ചനയുടെ ലോകമാണ്. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. വഞ്ചനയുടെ കേന്ദ്രമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ലോകം, വഞ്ചനയുടെ കേന്ദ്രബിന്ദുവെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ലോകം. യാത്രക്കാരൻ തന്റെ യാത്ര രണ്ട് ലോകം കഴിഞ്ഞുപോയി, മൂന്നാമത്തെ ലോകത്ത് എത്തി നിൽക്കുന്ന മനുഷ്യൻ. ഈ രണ്ട് ലോകം വരാനിരിക്കുന്നു, മനുഷ്യനിൽ രണ്ട് ലോകം വരാനിരിക്കുന്നു. രണ്ട് ലോകം കഴിഞ്ഞുപോയി, മൂന്നാമത്തെ ലോകത്ത് എത്തി നിൽക്കുന്ന മനുഷ്യൻ. ഇതാണ് മനുഷ്യന്റെ ഇടത്താവളം. മനുഷ്യൻ ഇടത്താവളത്തിൽ എത്തി നിൽക്കുന്ന മനുഷ്യൻ, യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഈ ലോകത്ത് ഒട്ടനവധി സംഗതികൾ ശ്രദ്ധിക്കപ്പെടണം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ നാം കാണാറില്ലേ? എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് യാത്ര പോകുന്നവർ പാസ്പോർട്ട് എടുക്കണം, ചില കാര്യങ്ങളൊന്നും മറന്നുപോകാൻ പാടില്ല, ചില കാര്യങ്ങളോടൊന്നും താല്പര്യം കാണിക്കാനും പാടില്ല. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ, അത്യാവശ്യം എന്തൊക്കെയുണ്ടോ അതൊന്നും മറക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങളോടൊന്നും അമിതമായിട്ട് താല്പര്യം കാണിക്കാൻ പാടില്ല. കണ്ണിൽ കാണുന്ന എല്ലാ വസ്തുക്കളോടും പ്രേമം തോന്നാൻ പാടില്ല, അതിനോടൊന്നും താല്പര്യം തോന്നാൻ പാടില്ല. സമ്പാദിക്കുന്ന പൈസ താനറിയാതെ പോക്കറ്റിൽ നിന്നും പോയി പോകും. അതുകൊണ്ട് ചില വസ്തുക്കളോടൊന്നും താല്പര്യം കാണിക്കാൻ പാടില്ല. ഇത് യാത്രക്കാരന്റെ പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പാരത്രിക ലോകത്തേക്ക് കടന്നു ചെല്ലാൻ കൊതിയോടെ അല്ലെങ്കിൽ ആവേശത്തോടെ നിർബന്ധമായും കാത്തിരിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 5 കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. 5 കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടാൻ പാടില്ല. യാത്രക്കാരൻ മറന്നുപോകാൻ പാടില്ല 5 കാര്യങ്ങൾ. യാത്രക്കാരൻ താല്പര്യം കാണിക്കാൻ പാടില്ല 5 കാര്യങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖേദകരമെന്ന് പറയട്ടെ, ഖിയാമത്ത് നാളോട്, അന്ത്യദിനത്തോട് അടുത്ത സാഹചര്യത്തിൽ എന്റെ ഉമ്മത്തിൽ ഒരു സമൂഹം വരും, അവർ ഞാൻ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ, മറന്നാൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയ ആ 5 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പാടെ മറന്നുപോകും. ഇഷ്ടപ്പെടാൻ പാടില്ല, ഹൃദയം കൊണ്ട് താല്പര്യം വെക്കാൻ പാടില്ല എന്ന് ഞാൻ ഏതൊക്കെ വിഷയത്തെക്കുറിച്ച് അവരോട് ഉണർത്തിയത്, അതെല്ലാം അവർ വല്ലാതെ സ്നേഹിച്ചു പോകും. അത്തരക്കാരിൽ നാം ഉൾപ്പെട്ടു പോകാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 5 കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല, 5 കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഇടത്താവളത്തിൽ അങ്ങനെ ആ ശ്രദ്ധയോടുകൂടി ഈ 5 വിഷയങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ചു. ഈ 5 വിഷയങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി പുലർത്തുന്ന ഒരു സത്യവിശ്വാസി ഒരിക്കലും പരലോകത്തേക്ക് ഖേദിക്കേണ്ടി വരില്ല. തീർച്ച ഇൻഷാ അല്ലാഹ്. അമൽ ചെയ്യാൻ തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സയഅതി സമാനുൻ അലാ ഉമ്മതി യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസാ എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരും, എന്റെ ഉമ്മത്തുകളിൽ ഒരു കാലഘട്ടം വരും, സയഅതി സമാനുൻ അലാ ഉമ്മതി യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസാ. അവർ 5 കാര്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും. ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത 5 കാര്യം അവരുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ വല്ലാതെ സ്ഥാനം പിടിച്ചു പോകും. എന്നാലോ
വയൻസൗന ഖംസാ, മറക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെ പാടേ മറന്നു പോകുന്നവർ, മറക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ മറന്നു പോകോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായിട്ട് പറയുന്നു യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. യുഹിബ്ബൂന ദുനിയാ, ഭൗതിക ലോകത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ, ഭൗതിക ലോകത്തിന്റെ ജീവിതത്തെ വല്ലാതെ താല്പര്യത്തോടുകൂടി ഇഷ്ടപ്പെടുന്ന മനുഷ്യർ വയൻസൗനൽ ആഖിറ, പരലോകത്തെ അവർ മറന്നുപോകും. ഭൗതിക ലോകത്തിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ അവൻ പരലോകത്തെ മറന്നുപോകും. 3ാമത്തെ ലോകമാകുന്ന ഭൗതിക ലോകം, ഇതിനോടുള്ള പ്രേമം മനുഷ്യന്റെ മനസ്സുകളെ കീഴടക്കിയിട്ട് അവൻ പരലോകത്തിന്റെ ചിന്തയും വിട്ട് മൃഗതുല്യമായി തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, തന്റെ യാത്രയുടെ ലക്ഷ്യം വിസ്മരിച്ചുകൊണ്ട് മറന്നുപോയിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ ഫത്തഖു ദുനിയാ ഫഇന്നഹു അസ്ഹറു മിൻ ഹാറൂത വമാറൂത്. ലോകത്ത് മാരണവിദ്യയുടെ പണ്ഡിതപ്പെടുക്കളായിട്ട് കടന്നു വന്ന ഹാറൂത്ത് മാറൂത്ത്, ആ ഹാറൂത്ത് മാറൂത്തിനേക്കാൾ മാസ്മരികതയുള്ളതാണ് ഭൗതിക ലോകം, വശ്യതയുള്ളതാണ് ഭൗതിക ലോകം, വല്ലാതെ മാസ്മരികതയുള്ളതാണ് ഭൗതിക ലോകം. അതുകൊണ്ട് ഫത്തഖു ദുനിയാ, ഫത്തഖു ദുനിയാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ ഭൗതിക ലോകത്തിനെ സൂക്ഷിക്കണേ. ഭൗതിക ലോകത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ദുനിയാ കുല്ലുഹാ ജീഫാ വതാലിബുഹാ കിലാബ്. അദ്ദുനിയാ കുല്ലുഹാ ജീഫാ, ഭൗതിക ലോകം മുഴുവൻ ഒരു ശവപ്പറമ്പാണ്, ഒരു ശവപ്പറമ്പാണ് ഭൗതിക ലോകം. അദ്ദുനിയാ കുല്ലുഹാ ജീഫാ വതാലിബുഹാ കിലാബ്. ഭൗതിക ലോകത്തിന്റെ പിന്നാലെ കടിപിടികൂടാ കറങ്ങി നടക്കുന്നത് നായ്ക്കൾക്ക് തുല്യമോ, നായ്ക്കൾക്ക് തുല്യമോ. വതാലിബുഹാ കിലാബ്, മാംസത്തിന് വേണ്ടി കടിപിടികൂടുന്ന കേവലം നായ്ക്കളെ പോലെ ജീവിക്കേണ്ടവരല്ല മുസ്ലിമേ, കേവലം നായ്ക്കളെ പോലെ ഭൗതിക ലോകത്തിന് വേണ്ടി മത്സരബുദ്ധിയോടെ മത്സരിക്കേണ്ടവരല്ല നാം. നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. നാം ദുനിയാവിൽ ജീവിക്കുമ്പോ ആ ദുനിയാവിനോടുള്ള ഭൗതികമായ വസ്തുക്കളോടുള്ള പ്രേമം പരലോകത്തെ മറപ്പിക്കുന്ന തരത്തിൽ നാം സ്നേഹിക്കാൻ പാടില്ല. പരലോകത്തെ മറക്കുന്ന ഒരു ചിന്തയാകാൻ പാടില്ല. പരലോകത്തെ വിസ്മരിച്ചു പോകുന്ന ഒരു ജീവിതം ഭൗതിക ലോകത്ത് നടത്താൻ പാടില്ല. ദുനിയാ അഖല്ലു മിനൽ ഖലീലി വാശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി, ലോകത്തെ ഏറ്റവും വലിയ നശ്വരമായ ലോകം, ഏറ്റവും വലിയ നശ്വരമായ ലോകം, ഏറ്റവും കുറവുള്ള ലോകമാണ് ഭൗതിക ലോകം. എപ്പോഴാ മരിക്കുക, എപ്പോഴാ അവസാനിക്കുക, എപ്പോഴാണ് ജീവിതം തീർന്നു പോവുക, ആർക്കാണ് പ്രതിവചിക്കാൻ കഴിയുക? ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വാശിഖുഹാ അദല്ലു മിനൽ ദലീലി. സാരമായ ദുനിയാവിനെ തേടിക്കൊണ്ട് നടക്കുന്നവർ ഏറ്റവും വലിയ നിന്ദനാണ്, ഏറ്റവും വലിയ നിസ്സാരനാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ ത്വഹ റസൂലുള്ളാഹ്. ഭൗതിക ലോകം വേണ്ട എന്നല്ല, ഭൗതിക ലോകം വേണ്ട എന്നല്ല, ഭൗതിക ലോകത്ത് ജീവിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുഖദ്ദറാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് എന്താണോ ഈ ഭൗതിക ലോകത്ത് മുഖദ്ദറാക്കിയിരിക്കാൻ, ധാന്യമണി പോലും ഈ ലോകത്ത് മനുഷ്യൻ സമ്പാദിക്കില്ല. മാതാവിന്റെ ഉദരത്തിനകത്ത് 4 മാസം